പശ്ചിമേഷ്യയിൽ മാത്രം ആക്രമണങ്ങൾ ഒതുക്കി നിർത്തിയിരുന്ന ഇറാൻ ഇപ്പോൾ തങ്ങളുടെ മിസൈലുകൾ യൂറോപ്പിന് നേരെ തിരിക്കുകയാണ്. ഇനി വെറും പ്രതിരോധമല്ല, നേരിട്ടുള്ള ആക്രമണമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഇറാൻ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. അമേരിക്കയുമായുള്ള സംഘർഷം തുടരുകയാണെങ്കിൽ യൂറോപ്പിലുള്ള അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ഒന്നാകെ ആക്രമിക്കാനാണ് ഇറാന്റെ രഹസ്യ പദ്ധതി. ഇറാന്റെ ഉന്നത സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഫിനാൻഷ്യൽ ടൈംസ് ആണ് ഈ നടുക്കുന്ന വിവരം പുറത്തുവിട്ടത്. തെക്കുകിഴക്കൻ യൂറോപ്പിലെ ബൾഗേറിയയിലുള്ള ബെസ്മർ എയർബേസും സൈപ്രസിലെ ബ്രിട്ടീഷ് വ്യോമത്താവളവുമാണ് ഇറാന്റെ പ്രതികാര പട്ടികയിലെ പ്രധാന ലക്ഷ്യങ്ങൾ. തങ്ങളുടെ മണ്ണിൽ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാൻ ബൾഗേറിയ അനുമതി നൽകിയതാണ് ഇറാനെ പ്രകോപിപ്പിച്ചത്. സൈപ്രസിലെ താവളത്തിന് നേരെ കഴിഞ്ഞ മാർച്ചിൽ തന്നെ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. അതായത് യൂറോപ്പിന്റെ ഹൃദയഭാഗത്തേക്ക് ഏത് നിമിഷവും ഇറാന്റെ മിസൈലുകൾ പതിക്കാവുന്ന സ്ഫോടനാത്മകമായ അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ പുതിയ പ്രകോപനത്തിന് പിന്നിൽ ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ്. ഹോർമൂസ് കടലിടുക്ക് തങ്ങളുടെ പുതിയ ഭൂപ്രദേശമാണെന്ന് അവകാശപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാപ്പ് പുറത്തിറക്കിയതും പുതിയ ഒമാൻ റൂട്ടിലൂടെ കപ്പലുകൾ സഞ്ചരിച്ചു തുടങ്ങിയതുമൊക്കെ ഇറാനെ സാമ്പത്തികമായും നയതന്ത്രപരമായും ശ്വാസം മുട്ടിക്കുന്നുണ്ട്. ഇതിനുള്ള മറുപടിയായാണ് ഇറാൻ ഇപ്പോൾ യൂറോപ്പിനെ ഒന്നാകെ മുൾമുനയിൽ നിർത്തുന്നത്. ഇതിന്റെ എല്ലാം അവസാനം എന്തായിരിക്കും എന്നറിയില്ല. മറ്റൊരു ലോകമഹായുദ്ധമായിരിക്കുമോ, അതോ പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ അമേരിക്കയും ഇസ്രയേലും നാറ്റോ രാജ്യങ്ങളും കൂടി ഇറാനെ ആക്രമിച്ച് നശിപ്പിക്കുന്നതായിരിക്കുമോ എന്നറിയില്ല. കാത്തിരുന്ന് കാണേണ്ടി തന്നെ വരും. എന്ത് തന്നെയായാലും ലോകം മുഴുവൻ ഈ അരക്ഷിതാവസ്ഥയുടെ നിഴലിൽ നിൽക്കുമ്പോൾ സ്വന്തം അതിർത്തികൾ സുരക്ഷിതമാക്കാൻ കരുത്തുറ്റ ഒരു നേതൃത്വം രാജ്യത്ത് എത്രത്തോളം അനിവാര്യമാണെന്ന് ഈ ഭീഷണികൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു.